രാവിലെ ഞാൻ ധുവനായിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ വിചാരിച്ചു മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അങ്ങനെ അടിപൊളി ചെരുപ്പൊക്കെ ഇട്ടിട്ട് ചുമരുമുള്ള പുല്ലൊക്കെ കുറച്ച് കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് പറിച്ചിട്ടു കേട്ടോ. പുല്ല് പറിക്കണതിൻ്റെ കൂടെ തന്നെ ഇപ്പം വണ്ടി നിർത്തുന്ന സ്ഥലം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കണം കേട്ടോ അവിടെ നിന്ന് നേരാക്കണം. പക്ഷെ മടി കാരണം ഒന്നും ചെയ്യൂല. എങ്ങനെയായാലും ഇപ്പം ഇന്ന് വണ്ടിയായിട്ട് പണിക്ക് പോയതാണ് കേട്ടോ. വണ്ടിക്ക് എന്തോ കാര്യമായിട്ടുള്ള പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടോ. ഇത് ഞങ്ങളെ ഉമ്മറത്തുള്ള പുളിയാണ് കേട്ടോ. ഒരു കാര്യമില്ല, മുറ്റടിച്ച് വരാനായിട്ടുണ്ടായൊരു പുളി മാത്രമാണ് കേട്ടോ അത്. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറിയ സമയത്ത് ഉമ്മ പറഞ്ഞു ഈ റൂമും കൂടി ഒന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കാൻ കേട്ടോ. ഇമ്മയാണെങ്കിൽ ഇരുന്നിട്ടാണ് കേട്ടോ നിസ്കരിക്കുക. അപ്പോൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം ഈ കട്ടിലാണ്. അപ്പോൾ ഞാൻ ആ കട്ടിലൊക്കെ ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ദുവ കരയണത്. എന്തിനാണെന്ന് അറിയുന്നില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ കുട്ടി കരയുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ടും കുട്ടി കരയാം. അപ്പോൾ ഞാൻ കുട്ടീനെ ഇങ്ങനെ എടുത്തിട്ട് പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് കേട്ടോ ഇക്കാക്ക വന്നത്. ഇക്കാക്ക വരുമ്പോൾ കുറച്ച് മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരോ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊടുത്തതാണ് കേട്ടോ. ഉമ്മയാണ് കേട്ടോ അത് ഒരുക്കണേ. എനിക്ക് 2 തന്നതല്ല കേട്ടോ. അപ്പോൾ ഒന്ന് എൻ്റെ നാത്തൂനിക്കുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇക്കാക്കയുടെ വീട്ടിലേക്ക് നേരെ പോകും. അപ്പോൾ ഞാനുണ്ട് പറഞ്ഞ് പിന്നാലെ കൂടി. ഞങ്ങൾ പോണ വഴിക്ക് മോര് വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ചെന്ന പാടന്നെ ഞാൻ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തു കേട്ടോ. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോന്നു. വീട്ടിൽ വന്ന് എനിക്ക് നല്ല ചക്ക ഇരിക്കണം. ചക്ക കുറച്ചാണ് അമ്മക്കിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചക്ക തിന്നിട്ട് വിശപ്പ് മാറില്ലാണ്ടപ്പോൾ ഞാൻ ചോറിന് ഞങ്ങളുടെ ഈ മൂവാണ്ടമാങ്ങ ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ പിന്നെ എടുത്തിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ടായി ചോറ്. എൻ്റെ പൊന്നിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറിനുമ്പോൾ ഈ മാങ്ങയിൽ ഉപ്പും മുളക് കൂട്ടിയിട്ട് തിന്നണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മഴയൊക്കെ പെയ്ത സമയത്തുണ്ടല്ലോ പിന്നെ ഈ ഫാൻ ഇടുന്നതൊക്കെ തീരെ ഇഷ്ടമല്ല കേട്ടോ. ഫാൻ ഇട്ടില്ലെങ്കിലോ കൊതും കടിക്കും. അങ്ങനെ ഞാൻ ചന്ദനത്തിരി കത്തിച്ചേക്കാണ് കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോയി ഉറങ്ങട്ടെ. ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്. കട്ടിലൊക്കെ അടിപൊളി കട്ടിലാണ് കേട്ടോ. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളുണ്ട് ചന്ദനത്തിരൊക്കെ കുത്തിവെക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്ത സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും. ശരി എന്നാൽ.